നിങ്ങൾ അള്ളാനെ കഫീലാക്കിയിട്ടല്ലേ, അള്ളാനെ ജാമ്യക്കാരനാക്കിയിട്ടല്ലേ, അള്ളാനെ സത്യം ചെയ്തിട്ടല്ലേ വാക്ക് കൊടുക്കുന്നത്, വാക്ക് വാങ്ങുന്നത്, കാശ് വാങ്ങുന്നത്. കരാറ് പോലെ പൂർത്തിയാക്കണം. ഒന്നും പൊളിക്കരുത്, ഒന്നും തകർക്കരുത്. ഇവിടെ വെച്ച കരാറ് വല്ലതും തകർത്താൽ സ്വർഗത്തിലേക്ക് പോകാൻ അവന്റെ മുന്നിലൊരു മറയുണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. വഔഫൂ ബിൽ അഹദ്. മറ്റുള്ളവരുമായി നമ്മൾ പറഞ്ഞുറപ്പിച്ച വാഗ്ദാനങ്ങൾ, കരാറുകൾ പൊളിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആലാനോട് നമ്മൾ ഏറ്റ വിഷയം നമ്മൾ റെഡിക്ക് പൂർത്തിയാക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്കുള്ള കാര്യങ്ങൾ ആ രൂപത്തിൽ പൂർത്തിയാക്കി തരും. വഔഫൂ ബി അഹദി ഊഫി ബി അഹദിക്കും. നമ്മളോട് അല്ലാഹു പറഞ്ഞ വാഗ്ദാനം, എന്നോടുള്ള വാഗ്ദാനങ്ങൾ, കരാറുകൾ ഞാനുമായി ബന്ധപ്പെട്ടതാണ്, എൻ്റെ അടിമകളോടുള്ളതും. അത് നിങ്ങൾ കറക്റ്റ് പൂർത്തിയാക്കുകയാണെങ്കിൽ ഊഫി ബി അഹദിക്കും, നിങ്ങൾ എന്തെന്നോട് വാഗ്ദാനം ചെയ്യുന്നോ ലെവലിൽ ഞാനത് പൂർത്തിയാക്കും, ഒന്നും ഞാനത് കുറക്കൂല. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്ത മഹാന്മാരിൽ വലിയൊരു മഹാനാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരു 10-11 ആളെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ഭാഗത്തേക്ക് ഒരു ചെറു സൈന്യം അയച്ചപ്പോ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും തിരിച്ചറിഞ്ഞു. ഹുദൈൽ ഗോത്രക്കാരിൽപ്പെട്ട ചിലര് ഹാരിസിന്റെ മക്കളാണെങ്കിൽ ആസിമിനെ കിട്ടണം, പക വീട്ടാനെന്ന് കരുതി നിൽക്കുകയാണ്. കാരണം ഹാരിസിനെയും കൂട്ടരെയും ബദർ യുദ്ധത്തിൽ വകവരുത്തിയത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും കൂട്ടരുമാണ്. അവരെ കിട്ടണമെന്ന ആലോചനയിൽ നിൽക്കുമ്പോ കുറച്ച് ആളുകൾ ഇവരെ കണ്ട് പിടികൂടാൻ വേണ്ടി വന്ന സമയത്ത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ കൂടെ ഞാൻ വരാനില്ല. ഈ വന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി വരൂ, നിങ്ങൾ ഒന്നും ചെയ്യൂല. ഇവരെ കണ്ട ശത്രുക്കൾ പറഞ്ഞു, നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരൂ, നിങ്ങൾ ഒന്നും ചെയ്യൂല. ആ സമയത്ത് ഞാൻ അവരെ കീഴിൽ ഇറങ്ങാനില്ല, ഞാൻ അവരെ കീഴിൽ പോകാനില്ല എന്ന് പറഞ്ഞവരെ നേരിട്ടപ്പോ ഇവിടുന്ന് ശത്രുക്കൾ അമ്പെയ്തു. ആസിം റളിയല്ലാഹു അൻഹു ഷഹീദായി വീണു. ആ ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് വെച്ചൊരു കരാറുണ്ട്, അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി നീ പറഞ്ഞ രൂപത്തിൽ എന്നെ കൊണ്ട് ആവുന്നതിന്റെ പരമാവധി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്നതിന്റെ പരമാവധി ബദറിലും മറ്റുമൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു വാഗ്ദാനമുണ്ട്. എന്താ വാഗ്ദാനം എന്നറിയോ? എന്റെ ശരീരം ഒരൊറ്റ മുശ്രിക്കിനും പന്താടാൻ കൊടുക്കരുത് അല്ലാഹ്. എന്റെ ശരീരം നീ വിട്ടുകൊടുക്കരുത്. എന്റെ ശരീരം ഒരു മുശ്രിക്കിനും നീ ഉടമപ്പെടുത്തി കൊടുക്കരുത്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി വീണു. ബാക്കിയുള്ള ആളുകൾ 3 ആളുകളെ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു അടക്കം അബ്ദുല്ലാഹി ഇബ്നു സൈദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹു അടക്കമുള്ള 3 മഹാന്മാരെ ഇവരങ്ങോട്ട് കൊണ്ടുപോയി മക്കയിലേക്ക്. മക്കയുടെ പരിസരത്ത് നിന്നാണ് പിടിച്ചത്, മക്കയിൽ കൊണ്ടുപോയി. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹാരിസിന്റെ മക്കൾക്ക് വിറ്റു. അങ്ങനെ തന്നെ മറ്റു പലരെയും പല രൂപത്തിലും വിറ്റു. അപ്പോഴാണ് അവരറിയുന്നത് ഈ സൈന്യത്തിൽ ആസിം റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നും തലവൻ ആസിം റളിയല്ലാഹു അൻഹു ആണെന്ന് അറിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ തലയോട്ടി കിട്ടാൻ വേണ്ടി അവിടുന്ന് പല സഹോദരിമാരും ഒട്ടകങ്ങളെയും മറ്റും ഇനാം പ്രഖ്യാപിച്ചപ്പോ മുശ്രിക്കുകൾ ഓടി വന്നു. അതെടുത്തുകൊണ്ടു പോകാൻ വേണ്ടി വന്നപ്പോ ആ ശരീരത്തിലേക്കൊന്നും അടുക്കാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ കൊണ്ടവരെ ആട്ടി ഓടിപ്പിച്ചു. തുരുതുരാ തേനീച്ച വങ്ങ് പൊതിഞ്ഞു കുത്തിയില്ലേ. കാരണം ആസിം റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കാണ്, അല്ലാഹ്, നിന്റെ ദീനിന് വേണ്ടി നീ എന്നോട് ചെയ്തൊരു അഹദുണ്ട്, ഒരു കരാറുണ്ട്. ആ കരാറ് നിന്റെ ദീനിന് വേണ്ടിയുള്ള അധ്വാനമാണ്. കഴിവിന്റെ പരമാവധി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, നിന്നോട് എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്റെ ശരീരം ഒരു മുശ്രിക്കിനും നീ കീഴ്പ്പെടുത്തി കൊടുക്കരുത്. ആ വാഗ്ദാനം അല്ലാഹ് കബൂലാക്കിയില്ലേ. തേനീച്ച വന്ന് കുത്തിയപ്പോൾ അവരങ്ങ് തിരിഞ്ഞു പോന്നു. എന്നിട്ട് അവര് പറഞ്ഞു, രാത്രിയാകുമ്പോ തേനീച്ച ഉണ്ടാകൂല, രാത്രി എങ്ങാനും പോയിട്ട് തലയൊന്ന് എടുത്തു കൊണ്ടുവരാം.
രാത്രി അങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത വിധം നല്ല മഴ വർഷിച്ചു. പിറ്റേന്ന് അവര് പോയി കഴിവിന്റെ പരമാവധി തെരഞ്ഞു നോക്കി, എവിടെയും കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കാവല് ചെറുതാണോ? ചെറിയ സംരക്ഷണമാണോ റബ്ബ് തആല കൊടുത്തത്? വഔഫു ബിഅഹദി ഊഫി ബിഅഹദികും വഇയ്യായ ഫർഹബൂൻ. എന്നോട് നിങ്ങൾ ചെയ്തൊരു കരാറില്ലേ? വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാം, ചെയ്യേണ്ടതുപോലെ ചെയ്യാം, അനുഷ്ഠിക്കേണ്ടതുപോലെ അനുഷ്ഠിക്കാം. അത് നിങ്ങൾ ആ രൂപത്തിൽ ചെയ്താൽ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞാനും പൂർത്തീകരിച്ചു തരും. അത് വലിയ വലിയ മഹാന്മാർക്ക് മാത്രല്ല. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഒരു ആറാബിനെ കണ്ടിട്ട് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന പള്ളിയിലേക്ക് ഒരു ആറാബി നിസ്കരിക്കാൻ വേണ്ടി വന്നു. ഒരു സാധുവായ മനുഷ്യനാണ്. ഒരു ഒട്ടകപ്പുറത്ത് വന്ന് നിസ്കരിച്ചു. നിസ്കാരം നിർവഹിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. ആറാബി ഉടനെ അള്ളാഹുവിനോട്, ആ നിസ്കാരമൊക്കെ നമ്മൾ കണക്കൂട്ടണം കേട്ടോ, ഇലാഹി അദ്ദൈതു അമാനതക്, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നിസ്കാരം. നിന്റെ പള്ളി കയറിയിട്ട് ഞാൻ നിസ്കരിച്ചു. ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ വാഹനത്താരാ നോക്കണ്ടേ? നീ നോക്കണം. ഫൈന അമാനത്തി. സ്വഹാബത്തൊക്കെ തലയിൽ കൈവച്ചു. എന്ത് ചോദ്യം അത്? ആരോടാ ചോദിക്കുന്നത്? അള്ളാഹുവിനോട്. ഇലാഹി അദ്ദൈതു അമാനതക്, നീ എന്നെ ഏൽപ്പിച്ച അമാനത്താകുന്ന നിസ്കാരം നിർബന്ധം ഞാനിതുവരെ പാലിച്ചു. എന്റെ അമാനത്തായ ഒട്ടകം ഇവിടെ? നിന്നെ ഏൽപ്പിച്ചതല്ലേ അത്. ഈ ചോദ്യം തീരുമ്പോഴേക്ക് ഒട്ടകം വരുന്നു. ഒട്ടകപ്പുറത്തൊരാളുണ്ട്, അയാളെ കൈമുറിക്കപ്പെട്ടിട്ടുണ്ട്. മോഷ്ടാവിന്റെ കൈമുറിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടകം നേരെ മുമ്പിലെത്തി. സ്വഹാബത്ത് തലയിൽ കൈവച്ചു. എന്തൊരു ഈമാനാണ്! റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരേണ്ടത് നമുക്ക് തരും. യാതൊരു വിഷമവും യാതൊരു ആശങ്കയും ആ വിഷയത്തിൽ വേണ്ട. എന്തേ തരാത്തത് എന്നൊരു സന്ദേഹമുണ്ടോ? പറഞ്ഞ പരുവത്തിലേക്ക് എത്താത്തത് കൊണ്ടാണെന്നാണ് ഉത്തരം. പറഞ്ഞ രൂപഭാവത്തിലേക്ക് എത്താത്തത് കൊണ്ടാണെന്നാണ് ഉത്തരം. ആ രൂപഭാവത്തിലേക്ക് എത്തിയാൽ കിട്ടേണ്ടത് കിട്ടും. ആരോട് എന്ത് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് പാലിക്കണം. സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ, കരാറ് കൊടുത്തിട്ടുണ്ടോ, പൊളിക്കരുത്. നിങ്ങളല്ലേ നമ്മളെക്കൊന്ന് കാശ് വാങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ബിസിനസ് എടുത്ത് തരാന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്താ? അതൊന്നും എനിക്കറിഞ്ഞതൊക്കെ പൊളിഞ്ഞുപോയി. ഇനിയെന്താ പരിഹാരം? ഇനിയെന്താ പരിഹാരം എന്നറിയില്ല. കുറെ ആലോചിച്ചു നോക്കാം. പിന്നെ മറ്റേ ആൾ വന്നിട്ട്, അല്ല നിങ്ങളല്ലേ നമ്മളേക്കൊന്ന് ഇത്രയും തോന്നെ കാശ് വാങ്ങിയിട്ട് എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ഇടങ്ങാറായി. ഒന്ന് രണ്ടാൾക്കാർ നമ്മളെടുത്ത് വന്നിരുന്നു. ഉസ്താദേ, അയാളെടുത്ത് നമ്മളെ കാശുണ്ട്, നിങ്ങളെ നാട്ടിനാണ് വാങ്ങിത്തരണം. അപ്പം ഞാൻ പറഞ്ഞു, കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓർമ്മ ഉണ്ടായില്ലല്ലോ. ഇപ്പം കിട്ടാന്നപ്പോഴല്ലേ നമ്മൾ ഓർമ്മ. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ കൊടുത്ത ഘട്ടം കൂടി അറിഞ്ഞിക്കാണെങ്കിൽ നല്ലോണം ബന്ധപ്പെടായിരുന്നു. ഇപ്പം എന്താ ആള് പറയുന്നു? പൊട്ടിപ്പോയി. ഇനി എന്താക്കും നിങ്ങൾ? ഞങ്ങൾ കുറെ സമീപിച്ചു. നിങ്ങൾ അയാളെ കൊന്നു കുട്ടിയുടെ ദേഷ്യം കൊണ്ട് എന്നാ തീരെ കിട്ടൂല, കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നിങ്ങളെ മനസ്സിലെങ്ങനെ ഉണ്ടാവും? ഉണ്ടാകുമ്പോ കിട്ടും, ഉണ്ടാകുമ്പോ കിട്ടും, ഉണ്ടാകുമ്പോ കിട്ടും. കിട്ടുമെന്നറിയില്ല. കിട്ടിയാൽ അൽഹംദുലില്ലാ, അല്ല എന്ത് പറയാനാ? എത്ര ആളുകളുണ്ട്, മുങ്ങൽ വിദഗ്ധന്മാർ വേറെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പൊട്ടിപ്പോയവരുണ്ടാകും നല്ല ബിസിനസ് നടത്തിയിട്ട്. അവരെ കുറിച്ചല്ല, അവർക്ക് അല്ലാഹു നല്ല ഉയർച്ച കൊടുക്കട്ടെ. തരികിട കളിച്ചിട്ട് പൊട്ടിയതാണെങ്കിൽ പിന്നെ ആ രൂപത്തേക്ക് ഭാവത്തേക്ക് പോകാതെ എവിടെങ്കിലും പതുങ്ങിക്കൂടിയിട്ട് കാര്യമില്ല. ഈ വാരിച്ച ബാധ്യത പെരടിയിലുണ്ട്. അത് വീട്ടാനും തീർക്കാനുള്ള വഴികൾ ഘട്ടം ഘട്ടമായി ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. പെരടിയിൽ നിന്ന് ആരും ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അത് ഒഴിവാകൂല. നിസ്സഹായത കണ്ടിട്ടൊരു പക്ഷേ ആളുകൾ മാറിയിട്ടുണ്ടാകും, പക്ഷേ ഉത്തരവാദിത്തം നീങ്ങിയിട്ടില്ല. വഔഫൂ ബിഅഹദില്ലാഹി ഇദാ അഹദതും വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹാ വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ എന്ത് കരാറ് വെച്ചിട്ടുണ്ടോ ആ കരാറ് നിങ്ങൾ പൂരിപ്പിക്കണം, പൂർത്തീകരിക്കണം. വലാ തൻഖുദുൽ ഐമാന, സത്യവാചകങ്ങളെ നിങ്ങൾ പൊളിച്ചു കളയരുത്. ബഅദ തൗകീദിഹാ,
നടത്തുമ്പോ നല്ല ഭദ്രത ഉണ്ടായിരുന്നു, നല്ല കെട്ടുറപ്പുണ്ടായിരുന്നു, നല്ല കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, നല്ല എഗ്രിമെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമെ വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീലാ, അല്ലാഹു ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ എന്നൊരു കഫീലാക്കി റബ്ബിനെ നിങ്ങൾ നിശ്ചയിച്ചിരുന്നു. കരാർ ചെയ്യേണ്ടതുപോലെ നിങ്ങൾ അങ്ങ് പൂർത്തിയാക്കിയാൽ കൊടുക്കേണ്ടതുപോലെ ബാക്കി അള്ളങ്ങ് സഹായിച്ചും. നിങ്ങൾക്കാവുന്നത് പോലെ നിങ്ങൾ പൂർത്തീകരിക്കണം. സ്വഹീഹുൽ ബുഖാരിയിൽ കണ്ടില്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൽ നിന്ന് വാങ്ങിച്ച ബാധ്യതയെ പറ്റി പറയുന്ന സുദീർഘമായ ഹദീസ് കാണാം. ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ കപ്പൽ കയറിയിട്ട് മറ്റൊരു നാട്ടിലെത്തി. തന്റെ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടുവന്നു ദിർഹമുകൾ കുറെ കടം വാങ്ങി ആവശ്യത്തിന്. ഞാൻ ഇന്ന ദിവസം ഇങ്ങോട്ട് അയച്ചു തരുമെന്ന് കൃത്യമായി പറഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ആരാണ് നമുക്കിടയിൽ സാക്ഷി? ഉടനെ വാങ്ങുന്ന ആള് പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹുവാണ് സാക്ഷി. ആരാണ് നമുക്കിടയിൽ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ? കഫാ ബില്ലാഹി വക്കീലാ, ഏൽപ്പിക്കപ്പെടുന്നവനും അല്ലാഹുവാണ്. ഞാൻ കറക്റ്റ് ഇവിടെ തന്നെ ആ ദിവസം എത്തിക്കും. കറക്റ്റ് ദിവസം തന്നെ ആ ദിവസം തന്നെ വരണം, മാറരുത്. അതാണ് വാക്ക് എന്ന് പറഞ്ഞത്. നാളെ മറ്റന്നാൾ പിറ്റന്നാൾ എന്ന് പറയരുത്, വാക്ക് മാറരുത്. പരപ്പണിയൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. നല്ലോണം ആമീൻ പറയും, അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. കൂട്ടത്തിൽ കാര്യം കൂടി പറയട്ടെ, ബാക്കി എടുക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്കണം. എന്താ പറഞ്ഞതിന് മടിയൊന്നുമില്ല, കേൾക്കണേ കേട്ടോളി, അല്ലെങ്കിൽ എനിക്കെന്താ എന്താ ചെയ്യുന്നറിയാം. വയറിങ് നമ്മളത് വയറിങ് ടെൻഡർ കൊടുക്കുകയാണ്, ചെറിയ വയറിങ് ഒന്നുമല്ല, അത്രേ വയറിങ്ങിന് കണക്കൂട്ടി നോക്കി ശരിക്കും. അപ്പോൾ ആ കണക്ക് പോരാത്തതുകൊണ്ട് രണ്ടാമത്തെ ആളെയും കൊണ്ട് കണക്കൂട്ടി നോക്കി, കണക്കൂട്ടി കൃത്യമായിട്ട് കണക്കൂട്ടി. രണ്ടുപേരും ഒരേ ബില്ലാട്ടത്, മാറ്റമൊന്നുമില്ല. വയറിലും സ്വിച്ചിലൊക്കെ ചിലപ്പോൾ മാറ്റുണ്ടെങ്കിൽ ബില്ലിന് മാറ്റം ഉണ്ടാവും കേട്ടോ, സ്വാഭാവികം, നമുക്ക് തന്നെ അറിയാലോ. കണക്കൂട്ടി കണക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, കൊടുത്ത്. എത്ര ലക്ഷമാണ് മൊത്തം വയറിങ്ങിന്? വലിയൊന്നുമില്ല, ഒരു 4-4.5 ലക്ഷം ഉള്ളൂ. ചെറിയ കാശ്. അതിനനുസരിച്ചുള്ള പോലെ എടുക്കണം, പോലെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുണ്ടാകുമല്ലോ. 4 ലക്ഷം വയറിങ്ങിന്. 4 ലക്ഷം വയറിങ്ങിന് ഇത്ര വലിയ പുരമാണോ? അത്രത്തോനെ വലിയ പുരമൊന്നും വേണ്ട. അതിന് ഓരോ ഭാഗത്തും സ്വിച്ചുകളും ബോർഡുകളും വർദ്ധിച്ചാൽ ലക്ഷങ്ങൾ കുറെ കൂടും ചെയ്യും. പോയിന്റുകൾ വർദ്ധിക്കുന്നതനുസരിച്ച്, ലൈറ്റുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ എത്ര പോയിന്റാ പറഞ്ഞാൽ പോയിന്റ് അനുസരിച്ച് ഉണ്ടാകും. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ കണക്കാക്കി. തുടക്കത്തിൽ കൊടുത്തൊരു 50,000. ശരിക്കും കേട്ടോളൂ, ഇത് പുറത്തേക്ക് ആൾക്കാരൊക്കെ കേൾക്കുന്നവർ എല്ലാവരും കേൾക്കണോ. 50,000 കൊടുത്തു. അപ്പൊ അതിന് കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങി പണി തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞൊരു മാസം ആയപ്പോൾ പിന്നെയും കൊടുത്തു 50,000, 1 ലക്ഷം. പിന്നെയും കൊടുത്തു 50,000, പിന്നെയും കൊടുത്തു 50,000. അങ്ങനെ 50,000 ഇങ്ങനെ കൊടുത്ത് ഏകദേശം അവർ പണി നിർത്തിപ്പോകാൻ സമയത്ത് ഇനി ഒന്ന് കൂട്ടാന്നാണ് കണക്കൂട്ടി നോക്കുമ്പോൾ സമയത്ത് അവർക്ക് കിട്ടാൻ ഇനിയും 1.5 ലക്ഷം ബാക്കിയുണ്ട്. അപ്പോൾ ആ കുടുംബനാഥൻ അവിടെ അല്ല, മുപ്പര് ഗൾഫിലാണ്. ഇവിടെ ബാപ്പയും മറ്റവരൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. അത് നിയന്ത്രിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവർക്ക് സുഖമായ അവസ്ഥയല്ല. ഒരു 50,000 കൂടി കൊടുത്തിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ബാക്കി എടുക്കാം, മോൻ വരുമ്പോൾ മോനെ അയക്കുമ്പോൾ നിങ്ങൾ കണ്ടു തരാമെന്ന്. ബാക്കി ഇനി എത്ര കൊടുക്കാണ്ട്? 1 ലക്ഷം. ആ 1 ലക്ഷം ഇന്നും പെൻഡിങ്ങിലാണ്. വീട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ 2, 3, 4 ഒക്കെ കഴിഞ്ഞ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. 10,000 ആണെങ്കിലും 1000 ആണെങ്കിലും 500 ആണെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടോ? കൊടുത്തേക്കണം. പെയിന്റിങ്ങേര് വന്നു, പെയിന്റിങ്ങേർക്കും കൊടുക്കാണ്ട് 10,000. പ്ലംബിങ്ങേര് വന്നു, അവർക്കൊണ്ട് കൊടുക്കാൻ ഒരു 10,000. ആരതാ പൂരിപ്പിച്ച്? ഇതും ഒരു കരാറിനല്ലേ, നമ്മൾ കൊടുത്തു വിട്ടേണ്ടതന്നല്ലേ. ഒരു പറമ്പ് കൊത്താൻ വേണ്ടി വന്ന തൊഴിലാളിക്ക് കരാറായി നിശ്ചയിച്ചു 25,000 രൂപ. എത്രയുണ്ട് പറമ്പ്? 5 ഏക്കറുണ്ട്. 5 ഹെക്ടർ സ്ഥലം ഒന്നായിട്ട് അയാൾ വെട്ടി റെഡിയാക്കി പലതും നട്ട് കൃഷി ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കവുങ്ങും തെങ്ങൊക്കെ റെഡിയാക്കി നല്ല ഫിനിഷാക്കി. എത്ര പണിയെടുത്തു? പണി ഏകദേശം സുമാറൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഇടയിൽ 1-2 ദിവസമൊക്കെ ലീവായെങ്കിലും ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. നമ്മൾ അയാളുമായിട്ട് പറഞ്ഞുറപ്പിച്ച കരാർ എത്ര? 25,000. ഇത്ര പെട്ടെന്ന് തീരും നമ്മൾ കരുതിയില്ല. നമ്മൾ വിചാരിച്ച 2-3 മാസമൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 15,000 കൊടുത്തിട്ട് ബാക്കി എടുക്കട്ടോ എന്നാണ്. എവിടുന്ന്? പരലോകത്തുനിന്ന്. ബാക്കി 10 ഇപ്പോഴും പെൻഡിങ്ങിലാണ്. നമ്മൾ ആലോചിക്കണം. ഒരു വിറക് വെട്ടാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് ആള് വന്നു. അയാൾ വിറക് കണ്ടു, മുട്ടിയൊക്കെ പരിശോധിച്ച് തരിക്കും. എത്ര? നിങ്ങൾ പറഞ്ഞോളൂ എത്ര? അപ്പൊ അയാൾ പറഞ്ഞു, ഇത്രയും വലിയ മുട്ടി വലിയ വിറകൊക്കെ അല്ലേ,
ഒരു 10,000. അല്ല 10,000 താങ്ങൂല, നമുക്ക് പിന്നെ മുറിക്കാം. അല്ല എനിക്ക് നാളെ തന്നെ ആയാലും എളുപ്പമാണ്, 2-3 ദിവസം കൂടി തീർക്കാനോ. ഞങ്ങളൊന്ന് ചുരുക്കി എന്നായിക്കോട്ടെ, നിങ്ങൾക്കും എനിക്കൊക്കെ ലാഭമായിക്കോട്ടെ, ഒരു 8,000. കുറച്ച്. അയാൾ വലിയ മഗ്ഗുണ്ടെന്ന് 3-4 മണിക്കൂറുണ്ട് വെട്ടി ഖറാബാക്കി റെഡിയാക്കി തീർത്തു. നമ്മൾ കണക്കൂട്ടി 4 ദിവസം ഉണ്ടാകും, ഒറ്റ ദിവസം കൊണ്ട് തീർത്തു. ഇന്ന് തന്നെ തീർത്തോ? ഇനി നാളെ വേറെ പണിക്ക് ഇങ്ങനെ 8,000 പോലെ അതുകൊണ്ട് 5,000 പിടിച്ചോ. 3,000 പെൻഡിങ്. 3,000 പെൻഡിങ്ങിലാ. കൊടുക്കേണ്ട ഹക്കല്ലേ? ഏത് മതസ്ഥനാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും നല്ല ഗൗരവത്തോടെ ചിന്തിക്കണം. ഇതൊക്കെ പെരടിനും വെച്ചിട്ടാ പോകാനുള്ളത്, ഇതൊക്കെ കണക്ക് വെച്ചിട്ടാ പോകാനുള്ളത്. കല്യാണത്തിന് പന്തലിടുമ്പോ അല്ല ചോറ് കഴിച്ചുകൊണ്ടുവന്ന സമയത്തൊന്നും അല്ല. ഇപ്പൊ എത്ര നേരത്തെ നമ്മള് കൊട്ടേഷൻ ബില്ല് തന്നാണല്ലോ, ബില്ലുണ്ടാവുമല്ലോ ഇവിടെ. അപ്പോൾ പെരക്കാരത്തി നമ്മളെ പെണ്ണുങ്ങൾ ബില്ലെടുത്തിരുന്നു. ആ ബില്ലുണ്ട്. എത്ര നിങ്ങളവിടെ ഓഫീസിൽ കൊടുത്ത? എത്ര ഓഫീസിൽ 25,000 കൊടുത്തു. എന്നാൽ ബാക്കി കണക്കൂട്ടി തന്നാൽ അത്ര തോനെ വേണോ? ഭയങ്കര ടൈറ്റാണ്. നേരത്തെ ടൈറ്റില്ല. ഇത് പന്തലിടുമ്പോൾ ഒരു ടൈറ്റും ഇല്ല, ആൾക്കാർ വന്നപ്പോഴും ടൈറ്റില്ല, ഭക്ഷണം വിളമ്പിയപ്പോഴും ടൈറ്റില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ടൈറ്റ്. അപ്പൊ പറഞ്ഞ വാക്കെന്തായി? അതിലും പെൻഡിങ്ങിൽ വെച്ചു 25,000. ഒന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ. എല്ലാ സന്ദർഭത്തിലും അങ്ങനെ. ഇതൊക്കെ ഒന്ന് പെരടിന്ന് ഇറക്കി വെക്കണം. തരാം എന്ന് പറഞ്ഞ വാക്കില്ലേ, അത് പൊളിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത സംഭവം. ദിർഹമുകൾ വാങ്ങിയിട്ട്, കടം വാങ്ങിയിട്ട് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, കൊടുക്കാൻ നിശ്ചയിച്ച ഡേറ്റായി. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, കൊടുക്കാൻ നിശ്ചയിച്ച ഡേറ്റായി. ശരിക്ക് കൊടുക്കാനുള്ള ദിർഹമും കീശയിലിട്ട് കപ്പൽ കയറിയിട്ട് വേണം പോകാൻ. കടൽ തീരത്ത് എത്തിയപ്പോഴേക്ക് കപ്പൽ വിട്ടുപോയി. അല്ലാഹുവേ, ഇന്നാണല്ലോ ഞാൻ കൊടുക്കേണ്ടത്. ഈ കപ്പൽ അവിടെ എത്തുമ്പോ മറ്റേയാൾ അവിടെ വന്നു നിൽക്കുമല്ലോ, ഈ കപ്പലിൽ എന്നെ കാണൂലല്ലോ. വല്ലാത്ത ഒരു സങ്കടം. ഇന്ന് തന്നെ കൊടുക്കണമെന്നല്ലേ നിശ്ചയം? ഞാനതല്ലേ വാക്ക് പറഞ്ഞത്? നാളാകാൻ പറ്റൂലല്ലോ, ഇന്ന് തന്നെ എത്തണ്ടേ. കപ്പലിൽ എനിക്ക് കീറാൻ പറ്റൂലല്ലോ, നീന്തി പോകാൻ കഴിയില്ലല്ലോ. കറക്റ്റ് ഈ കപ്പല് വരുന്ന സമയത്ത് ആളവിടെ ഉണ്ടാകുമല്ലോ. അദ്ദേഹം അതാ നല്ലൊരു മരമെടുത്ത് ആ മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തുള ഉണ്ടാക്കി. ആ തുളയുടെ ഉള്ളില് ഈ ദിർഹമുകളൊക്കെ ഒരു കടലാസിലാക്കി വെള്ളം ചേരാത്ത രൂപത്തില് ഒരെഴുത്തും വെച്ചിട്ട് ആ മരത്തിന്റെ പൊത്തങ്ങനെ അടച്ചു. ഉള്ളില് നല്ല കവറിങ് ഉണ്ട്, വെള്ളം കിടക്കൂല, നല്ല കനവുണ്ട്, എന്നാൽ താന്നു പോകൂല, അങ്ങനെ പൊന്തി പൊന്തി പോയിക്കോളും. എന്നിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് പറഞ്ഞു, അല്ലാ, എന്റെ സുഹൃത്ത് എനിക്ക് കടം തന്നപ്പോ സാക്ഷിയെ ചോദിച്ചു, നിന്നെയാണ് ഞാൻ സാക്ഷിയാക്കിയത്. എനിക്ക് കഫാലത്തിന് ആരാന്ന് ചോദിച്ചപ്പോ നിന്നെയാണ് ഞാൻ കഫീലാക്കിയത്, വക്കീലാക്കിയത്. സമയം തെറ്റാതെ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് നീ എവിടെ എത്തിക്കണേ അല്ലാ എന്നും പറഞ്ഞ് കടലിലേക്ക് ആ മരക്കഷ്ണം അങ്ങെറിഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കപ്പല് തീരത്ത് വന്ന് നങ്കൂരമിട്ടപ്പോ കടം തരാനുള്ള സുഹൃത്തുണ്ടാകുമെന്ന് കരുതിയിട്ട് അദ്ദേഹം തീരത്ത് വന്ന് ഇങ്ങനെ കാത്തുനിന്നു. ആളുകൾ വഴിവഴിയായി ഇങ്ങനെ ഇറങ്ങി വന്നു, പക്ഷേ കൂട്ടുകാരനെ കാണാനില്ല. ചതിക്കൂലല്ലോ, സാക്ഷിയാക്കിയത് അള്ളാഹുവിനെയാണ്, വക്കീലാക്കിയത് അള്ളാഹുവിനെയാണ്. അയാൾ എന്നെ ചതിക്കുന്ന ആളല്ലല്ലോ എന്നും കരുതി ഇങ്ങനെ നിന്നു. എന്തെങ്കിലുമൊക്കെ അയാൾക്ക് പ്രതിസന്ധി പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് നിന്ന് എല്ലാവരും കരക്കണിഞ്ഞ് കപ്പലിങ്ങനെ പോയി തുടങ്ങുന്ന നേരത്ത് അതാ തിരമാലകൾ തള്ളി 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 വന്ന് അദ്ദേഹത്തിന്റെ നേരെ മുന്നിലേക്കൊരു മരക്കഷ്ണം വന്നങ്ങ് ചേരുന്നു. ഏതായാലും ഇവിടം വരെ വന്നു, ഒന്നും കിട്ടിയില്ല. ഇനി അടുപ്പിൽ വെച്ച് കത്തിക്കാനൊരു മരക്കൊള്ളിയെങ്കിലും കൊണ്ടുപോകാലോ എന്നും കരുതിയിട്ട് അതങ്ങെടുത്ത് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയിട്ട് ഭാര്യന്റെ കയ്യിൽ അത് കത്തിക്കാൻ കൊടുത്തു. ഭാര്യ അത് പൊളിച്ചു നോക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ്
ദിർഹം ഉള്ളിൽ നിന്ന് വീഴുന്നു, കടലാസ് ലഭിക്കുന്നു. ടൈം നോക്കുമ്പോ കറക്റ്റാണ്, ഈ ടൈമിലാണ് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞത്, ഈ ടൈമിലാണ് ഇവിടെ നിന്ന് വാങ്ങിപ്പോയത്. ഒരു മിനിറ്റ് പോലും തെറ്റിയിട്ടില്ല, പിഴച്ചിട്ടില്ല. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീലാ, നിങ്ങൾ അല്ലാഹനെ കഫീലാക്കിയിട്ടല്ലേ, അല്ലാഹനെ ജാമ്യക്കാരനാക്കിയിട്ടല്ലേ, അല്ലാഹനെ സത്യം ചെയ്തിട്ടല്ലേ വാക്ക് കൊടുക്കുന്നത്, വാക്ക് വാങ്ങുന്നത്, കാശ് വാങ്ങുന്നത്. കരാർ പോലെ പൂർത്തിയാക്കണം. ഒന്നും പൊളിക്കരുത്, ഒന്നും തകർക്കരുത്. ഇവിടെ വെച്ച കരാറ് വല്ലതും തകർത്താൽ സ്വർഗത്തിലേക്ക് പോകാൻ അവന്റെ മുന്നിലൊരു മറയുണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല, ഡേറ്റും നിശ്ചയിച്ചിട്ട് കൊടുത്തില്ല, അതങ്ങ് തീർന്നു, തകർത്ത് കളഞ്ഞു. എന്നാൽ കാനത്ത് സിത്രം ബൈനഹു വബൈനൽ ജന്ന, ആ പൊളിച്ച് കളഞ്ഞ മറയില്ലേ, ആ പൊളിച്ച് കളഞ്ഞ കരാറില്ലേ, അവനും സ്വർഗത്തിനും ഇടയിലൊരു മറയാൻ. ഈ സഹോദരൻ ചിന്തിക്കുന്നു, പടച്ചോനെ ഞാൻ മരക്കഷ്ണത്തിലല്ലേ കാശ് വിട്ടത്, അത് അദ്ദേഹത്തിന് കിട്ടി എന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ? കിട്ടിയില്ല, അത് വേറെ ആരെങ്കിലും കയ്യിലെത്തിയാലും ഞാൻ കൊടുക്കണ്ടേ? അടുത്ത ഒരു കപ്പലിന് അതേ കാശും കയ്യിൽ കരുതിയിട്ട് വീട്ടിലേക്ക് അങ്ങ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു വേറൊരു കപ്പലില്. അവിടെ എത്തിയ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാനെ കഫീലാക്കിയിട്ട്, അള്ളാനെ ഷാഹിദാക്കിയിട്ട് നീ എന്നിൽ നിന്ന് പണം ചോദിച്ചു, ഞാൻ നിനക്കത് തന്നു. നീ ഇവിടെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ നീ അയച്ച മരക്കഷ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട്, വൈകിട്ടില്ല. നിന്റെ ദിർഹമുകൾ മുഴുവനും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഒന്നും നഷ്ടമായിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബാദി ഖുവത്തിൻ അൻകാസാ. മക്കയിലുള്ള ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. ആ പെണ്ണിനൊരു സ്വഭാവമുണ്ട്. ആ പെണ്ണ് കുറെ വസ്ത്രങ്ങൾ ഇങ്ങനെ നെയ്തുണ്ടാക്കും, നെയ്ത് തുന്നി റെഡിയാക്കിയിട്ട് ഏകദേശം ഒരു മുബീനിലെത്തിയാൽ പിന്നെ ഒരു തലക്കെന്ന് ഇങ്ങനെ അയക്കാൻ തുടങ്ങും. മിംബാദി ഖുവത്തിൻ, ഭദ്രമാക്കിയ ശേഷം അൻകാസൻ, ഇല്ലിയായിട്ട് അത് ഇങ്ങനെ പൊടിച്ചു കളയും. അതുപോലെ ഓരോരുത്തരോട് വാക്കങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതെങ്ങനെ മാറ്റി പറഞ്ഞ് തിരുത്തി പറഞ്ഞ് പൊളിച്ചു കളയുന്ന സ്വഭാവം ഉണ്ടാകരുത്. നല്ല സത്യങ്ങളല്ലേ നിങ്ങൾ അതിനിടയിൽ ചേർക്കുന്നത്. തത്തഖ്ദൂന ഐമാനക്കും ദഖലം ബൈനക്കും, ഒരു ചതിക്കാൻ വേണ്ടി കുറെ സത്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകരുത് എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. ഈ പെണ്ണിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഈ പെണ്ണൊരു മജ്നൂനത്തായ പെണ്ണാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അതാ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അതായെ, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരണോ? നോക്കടാ, ഹബശയിൽ ജനിച്ച പെണ്ണ്, മഞ്ഞ നിറമുള്ള പെണ്ണിനെ കണ്ടോ? ആ പെണ്ണ് നാളെ സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ്. ഈ പെണ്ണ് സത്യത്തിൽ സുഖമില്ലാത്ത പെണ്ണാണ്. അതുകൊണ്ടാണ് ആ പെണ്ണ് തുന്നിയത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ കെട്ടയിക്കുന്നത്. നല്ലോണം തുന്നിയൊരു മുബീനിലെത്തിയാൽ ഒരു തലക്കെന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങും. അതാ പെണ്ണിന് ജുനൂനുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ പെണ്ണ് സ്വർഗക്കാരിയാണ്. എന്തേ ആ പെണ്ണ് സ്വർഗത്തിൽ കിടക്കാൻ കാരണം? ആ പെണ്ണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഇന്ന ബി ഹാദിഹിൽ മൗതാ, എന്നിൽ ഈ ഭ്രാന്തിന്റെ അസുഖമുണ്ട്, അതൊന്ന് മാറിക്കിട്ടാൻ തങ്ങൾ അല്ലാഹുവോടൊന്ന് ദ്വാർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഇൻ ശിഇതി ദഅഉതുല്ലാഹ ഫഅഫാകി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹിനോട് ദ്വാരക്കാം, അള്ളാഹ് നിനക്ക് സുഖവും തരും. അതേ സമയത്ത് വഇൻ ശിഇതി സബർതി വഹതസബതി വലകിൽ ജന്ന, ക്ഷമിക്കാൻ ഒരുക്കമുണ്ടോ? അള്ളാഹ് തന്നതിൽ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? സ്വർഗം നിനക്കുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, ഞാൻ ക്ഷമിച്ചോളാം. ആ ക്ഷമ ഏറ്റെടുത്ത് സ്വർഗം വാങ്ങിയ പെണ്ണാണ് സഈദത്തുൽ അസദിയ എന്ന് പേരുള്ള പെണ്ണ്. ആ പെണ്ണ് കുറെ ഇല്ലികളാക്കി കെട്ടിയത് അഴിക്കും പോലെ നിങ്ങൾ അഴിക്കരുത്. ചെയ്ത വാഗ്ദാനങ്ങൾക്ക് നല്ല ഉറപ്പ് വേണം, വാക്കുകൾക്ക് നല്ല ഉറപ്പ് വേണം.